Audio Jungle. Audio Jungle. Audio Jungle. വെറും 2 ദിവസം കൊണ്ട് വ്യൂസ് കൂട്ടാം. ട്യൂബിൽ പുതുതായി ചാനൽ തുടങ്ങിയവർക്കുള്ള വീഡിയോ ആണിത്. തുടക്കത്തിൽ തന്നെ ചാനൽ ഒരുപാട് വ്യൂസ് കിട്ടുക എന്നത് ഇടുന്ന കോണ്ടന്റിനെ ആശ്രയിച്ചിരിക്കും. കൂടാതെ എല്ലാവർക്കുമുള്ള പരാതിയാണ് ഇടുന്നത് വീഡിയോ 20 വ്യൂസ് കയറുന്നുള്ളൂ. കുറച്ചു വ്യൂസ് വന്ന ശേഷം അതിന്റെ മൂവ്മെന്റ് ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക. കൂടുതൽ വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നല്ല കോണ്ടന്റ് ആയിരിക്കണമെന്നില്ല, വ്യൂസും ഇല്ലായിരിക്കാം. സ്വന്തമായി നിങ്ങളുടെ വീഡിയോ റിപ്പീറ്റ് കണ്ട് ഒരു 100 വ്യൂസ് ഒപ്പിക്കുക. ബെറ്റർ ഓപ്ഷൻ 30 സെക്കൻഡ് ഓർ 1 മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ഇതിനായി തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. അതാവുമ്പോൾ വീഡിയോ ഫാസ്റ്റായി റിപ്പീറ്റ് കണ്ട് വ്യൂസ് കൂട്ടാൻ സാധിക്കും. ഇതിനുവേണ്ടി മറ്റൊരു സുഹൃത്തിന്റെ മൊബൈൽ കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് വ്യൂസ് കൂടെ കൂട്ടാം. സ്റ്റെപ്പ് 2, സ്റ്റാർട്ടിംഗിൽ ഒന്ന് ക്ലിക്കായി കിട്ടാൻ കുറച്ച് ഫേമസ് ആയ ട്രെൻഡിംഗ് ആയി എല്ലാവരും കാണാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ചുരച്ചു മാറ്റങ്ങളൊക്കെ വരുത്തി കോപ്പിറൈറ്റ് ഇല്ല എന്നുറപ്പിയ ശേഷം പോസ്റ്റ് ചെയ്യുക. ആ വീഡിയോയിൽ നല്ല വ്യൂസ് കയറും. നിങ്ങൾ ഇന്ത്യ ബേസ്ഡ് ലൊക്കേഷൻ ആണെങ്കിൽ കേരള എന്ന് തന്നെ ലൊക്കേഷൻ കൊടുത്താൽ നല്ലത്. ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ മറ്റൊരു വീഡിയോ കൂടെ റിലേറ്റഡ് വീഡിയോയിൽ സെറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്ലിക്കായ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുന്നത് ഒരു നല്ല ശീലമായി മനസ്സിൽ വെക്കരുത്. ഇത് പലരും ചാനൽ ഒന്ന് ബൂസ്റ്റ് ആകാൻ സ്റ്റാർട്ടിംഗിൽ ചെയ്യുന്ന ഒരു പൊടികയായി മാത്രം കാണുക. സ്റ്റെപ്പ് 3, ഈ ഒരു വീഡിയോ കൂടുതൽ വ്യൂസ് കിട്ടിയെങ്കിലും ബാക്കിയുള്ള നിങ്ങളുടെ നോർമൽ വീഡിയോസിനും അതേപോലെ വ്യൂസ് കിട്ടണമെന്നില്ല. സോ വ്യൂസ് ഇല്ല എന്ന് കരുതി മനസ്സും അടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് നിർത്തിവെക്കരുത്. മാസങ്ങളോളം നിർത്തിവെച്ചിട്ട് വല്ലപ്പോഴും വന്ന് വീഡിയോ ഇടുന്ന പ്രവണത ഒഴിവാക്കി ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 4, ഇടുന്ന വീഡിയോ അത്യാവശ്യം ഒരാൾക്ക് കണ്ടിരിക്കാവുന്ന ക്വാളിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. കോണ്ടന്റ് കുറവ് ഒരു ഇഷ്യൂ അല്ല, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ ഒരാൾക്കും ഇറിറ്റേഷൻ ആവാത്ത തരത്തിലുള്ളതായിരിക്കണം എന്ന് മാത്രം. സ്റ്റെപ്പ് 5, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം മികച്ചതായിരിക്കാം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈറ്റിൽ, തംബ്നെയിൽ, ഫോട്ടോ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ വീഡിയോയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ടൈറ്റിൽ, തംബ്നെയിൽ എന്നിവ ആയിരിക്കും. സോ അത് നല്ല ടൈമെടുത്ത് ആളുകളിൽ നല്ല കൗതുകം സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവായിരിക്കണം. തംബ്നെയിൽ, ഫോട്ടോ ആഡ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. കോപ്പിറൈറ്റ് ഫ്രീ ആയ പിക്സാബിയ പോലുള്ള ഫ്രീ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. സ്റ്റെപ്പ് 6, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ നമ്മോട് കൂടിയ ഒരു ഇൻട്രോ വീഡിയോയോ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. സബ്സ്ക്രൈബ് സ്റ്റിക്കേഴ്സ് പോലുള്ളവ യൂസ് ചെയ്യുക. ഇത് ചാനലിന്റെ സ്വഭാവം കണ്ടിന്യൂറ്റി നിലനിർത്താൻ സഹായിക്കും. സ്റ്റെപ്പ് 7, എല്ലാ ദിവസവും ഒരു 2 വീഡിയോ എങ്കിലും കുറഞ്ഞത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് വ്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും പോസ്റ്റ് ചെയ്യുക. കാരണം ഏതൊരു പ്ലാറ്റ്ഫോമിനും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരെ മാത്രമേ ആവശ്യമുള്ളൂ. യൂട്യൂബിന്റെ പോളിസിയും അത് തന്നെയാണ്. തുടർച്ചയായി വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് അൽഗോരിതം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് തന്നെ ആ മാറ്റം കാണാവുന്നതാണ്. പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അത്യാവശ്യം നല്ല വീഡിയോയിൽ വ്യൂസ് കയറുന്നത് കാണാം. ഒരിക്കലും തളരരുത്. ബാക്കിയിലൊക്കെ ലക്കവേയി മാത്രം കരുതുക. ഈ വീഡിയോ ഇഷ്ടമായാൽ 1000 സബ്സ്ക്രൈബർ എന്ന എന്റെ സ്വപ്ന പദ്ധതിയിലേക്കു നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് നൽകി പിന്തുണ അറിയിക്കുക. തുടർന്നുള്ള വീഡിയോക്കായി കാത്തിരിക്കുക.